ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ രാജ്ഞിത്വ തിരുനാളിലേക്ക് നമ്മെ സാദരം ക്ഷണിക്കുകയാണ്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെ ഉള്ള നമുക്ക് സുപരിചിതമായിട്ടുള്ള സുവിശേഷ ഭാഗം സഭ മാതാവ് നൽകുമ്പോൾ, ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പരിശുദ്ധ കന്യാമറിയത്തോടുള്ള വണക്കം പ്രകടിപ്പിച്ച് പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ലുത്തിനിയ ചൊല്ലുമ്പോൾ എത്ര സവിശേഷമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഓർമ്മിപ്പിച്ച് സഭമാതാവ് പ്രാർത്ഥന ആവശ്യപ്പെടുക. അപ്പോൾ ഇതിലെല്ലാം അമ്മ സുഹൃതം നിറഞ്ഞവളായിട്ട് തന്നെ, പ്രത്യേകിച്ച് മോക്ഷവാതിലാണ്, സ്വർഗീയമായ പ്രവേശനത്തിന് നമ്മെ അനുവദിക്കുന്ന സുവർണ കവാടമാണവൾ, അല്ലെങ്കിൽ ആ കവാടത്തിൻ്റെ താക്കോലാണ്, ഉഷകാല നക്ഷത്രമാണ്. അപ്പോൾ ഇങ്ങനെ വാഗ്ദാന പേടകം എന്നുള്ള സവിശേഷമായ ഒരു സത്യം പഴയ നിയമം മുതൽ നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ, യെശയ്യായുടെ പുസ്തകത്തിലെ 7-ാം അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ അവൾ വാഗ്ദാന പേടകമാണ്. ദൈവത്തിൻ്റെ ആ സവിശേഷമായ സത്യം ഉൾക്കൊള്ളാൻ തക്കവണ്ണം അവളുടെ ആ ശരീരത്തെ ദൈവം ഏറ്റെടുത്തുകൊണ്ട് ആ നിർമ്മല ശരീരത്തെ പരിപൂജിതമാക്കി മാറ്റി. അങ്ങനെ ദൈവം തൻ്റെ വാഗ്ദാനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പഴയ നിയമത്തിൽ സൂക്ഷിക്കപ്പെടാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, പുതിയ നിയമത്തിൽ എൻ്റെ ചിന്ത ഇപ്രകാരമാണ്, പുതിയ നിയമത്തിൽ ദൈവത്തെ തന്നെ സൂക്ഷിക്കാൻ തന്നെ ദൈവം അവളെ തിരഞ്ഞെടുത്തു. അത് വാഗ്ദാന പേടകം തന്നെയാണ്. അപ്പോൾ ഒരിക്കലും മറിയത്തെ നമുക്ക് തിരസ്കരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു സംഭവം ഇതാണ്. പരിശുദ്ധ കന്യാമറിയത്തെ നമ്മൾ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ, പരിശുദ്ധ കന്യാമറിയത്തെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നെങ്കിൽ, യേശുവിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കില്ല. അപ്പോൾ അവൾ വാഗ്ദാന പേടകമാണ്. ആ വാഗ്ദാന പേടകത്തെ ചുറ്റിപ്പറ്റി നിൽക്കാനല്ല, അത് തുറക്കണം. നമ്മൾ ആ പേടകത്തിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ ഈ രാജ്ഞിത്വ തിരുനാൾ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നന്ദി.